അമിത്ഷായുടെ മകൻ ജയ്ഷായ്ക്ക് 8ന്റെ പണി. ആ പണി നൽകുന്നത് ശശി തരൂരാണ്. അതാണ് ഏറ്റവും ഗൗരവമായ കാര്യം. ക്രിക്കറ്റ് പോലെ ഏറെ കാണികളുള്ള ഒന്നിന്റെ തലപ്പത്തെ കസേരയിലാണ് ഇന്നിപ്പോൾ അമിത്ഷായുടെ മകനുള്ളത്. എന്നാൽ ഈ തണുപ്പ് അതീവമായ സമയത്ത് അതിശൈത്യം എന്ന് നമ്മൾ പറയും. ഈ സമയത്ത് വായു നിലവാരം വളരെ താഴെയും പുകമഞ്ഞ് കാരണം വേണ്ട രീതിയിൽ കളികൾ നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പോലും ശൈത്യം അത്ര ബാധിക്കാത്ത ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് കളികൾ മാറ്റാതെ വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ ഇഷ്ടയിടമായ നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുപോയി മാത്രം കളി നടക്കുക. ഈ കാര്യമാണ് തരൂർ ഉയർത്തിക്കാട്ടിയത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലപ്പത്തിരുന്ന് BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ശശി തരൂർ MP നൽകിയ പ്രഹരം വെറുമൊരു വിമർശനമല്ല, മറിച്ച് BCCIയുടെ നയപരമായ പരാജയങ്ങൾ തുറന്നു കാട്ടുന്ന ഒന്നാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ ജയ്ഷാ BCCI സെക്രട്ടറി എന്ന നിലയിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ കളിയേക്കാൾ കൂടുതൽ രാഷ്ട്രീയം കലരുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ക്രിക്കറ്റ് ഭരണത്തിൽ മുൻപരിചയമില്ലാത്ത ജയ്ഷാ എങ്ങനെ ഈ സ്ഥാനത്തെത്തി എന്ന ചോദ്യത്തിന് BJP ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ഇപ്പോൾ അശാസ്ത്രീയമായ ഷെഡ്യൂളിങ്ങിലൂടെ രാജ്യത്തിന്റെ അഭിമാനം തകർക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര താരങ്ങൾക്ക് മൈതാനത്ത് ശ്വാസം മുട്ടുന്നതും മാസ്ക് ധരിക്കേണ്ടി വരുന്നതും ജയ്ഷായുടെ നേതൃത്വത്തിലുള്ള BCCIക്ക് ലഭിച്ച 8ന്റെ പണിയാണ്. നെഹ്റു കുടുംബത്തെ കുടുംബവാഴ്ചയുടെ പേരിൽ ആക്രമിക്കുന്ന BJP അമിത്ഷായുടെ മകനെ BCCI തലപ്പ് തിരുത്തി. അതുകൂടിയാണ് തരൂർ ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശശി തരൂർ ഉയർത്തിയ വാദം ലളിതവും എന്നാൽ അതീവ ഗൗരവവുമാണ്. വായു നിലവാരം അതീവ അപകടകരമായ നിലയിലുള്ള ലക്നൌവിൽ കളി നിശ്ചയിച്ചത് ആരുടെ താല്പര്യപ്രകാരമാണ്? ഈ തണുപ്പ് കാലത്ത് കേരളം പോലെ അനുയോജ്യമായ വേദികളെ എന്തിന് ഒഴിവാക്കി? ഇതിലൂടെ BJP സർക്കാർ കേരളത്തോടുള്ള രാഷ്ട്രീയ വിരോധം കായിക മേഖലയിലും പ്രകടിപ്പിക്കുകയാണെന്നാണ് തരൂർ തെളിവുകൾ സഹിതം പറയുന്നത്.